പ്രിയപ്പെട്ടവരെ, ഒമാനിൽ നിന്നുള്ള യാത്ര വീണ്ടും തുടങ്ങിയാണ്. കഴിഞ്ഞ യാത്രയിൽ നമ്മൾ വിമാനത്തിൽ നിന്നുള്ള ആകാശ ദൃശ്യം കൂടാതെ നമ്മൾ ഒമാനിൽ നിന്നും സലയിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകളൊക്കെ കണ്ടത്. അതിമനോഹരം തന്നെയാണ് ഒമാനിലെ കാഴ്ചകൾ. അങ്ങനെ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി എത്തി, നമ്മൾ സുഹൃത്തിൻ്റെ കാറിൽ കയറി നേരെ റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ റൂമിലെത്തി ഫ്രഷായി നമ്മൾ യാത്ര വീണ്ടും തിരിച്ചു. പോകുന്ന വഴിയിൽ സലാലയിലെ സൗന്ദര്യം മതിയാവോളം ആസ്വദിച്ചു. ഒരു മിനി കേരളം തന്നെയാണ്. എന്താണ് രസം എന്നറിയും. നമ്മളിപ്പോൾ പോകുന്നത് സലാലയിലെ RTO ഓഫീസിലേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടി മാറ്റങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ നാട്ടിൻ പുറത്തുള്ള പോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഏജന്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഏജന്റുള്ള ആളുകളും ഉണ്ടാവും. എന്നാലും നമുക്ക് നേരെ ഡയറക്റ്റ് പോയിട്ട് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പേപ്പർ വർക്കൊക്കെ നോക്കി. പക്ഷെ നമുക്ക് ഇവിടെയുള്ള ആള് റെസിഡൻസ് വിസ ക്യാൻസൽ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആകാത്തത് കൊണ്ട് നമ്മൾ നേരെ പോകുന്നത് സലാലയിലെ എയർപോർട്ടിലേക്കാണ്. അങ്ങനെ നേരെ നമ്മൾ സലാലയിലെ എയർപോർട്ടിലേക്കാണ് യാത്ര തിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഒരുപാട് ഒട്ടകങ്ങളൊക്കെ കാണാൻ സാധിക്കും. വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഇവിടെ വണ്ടി ഓടിക്കാൻ. കാരണം ഒട്ടകങ്ങൾ പെട്ടെന്നായിരിക്കും റോഡ് മുറിച്ചു കിടക്കുക. പക്ഷേ ആ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. GCC രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒട്ടകങ്ങളെ കാണാൻ സാധിക്കുന്നത് ഈ സലാലയിലാണ്. എല്ലാ ഭാഗത്തും ഒട്ടകങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഒമാനിലെ ഈ സലാലയിലാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നതുമായിരിക്കും. അങ്ങനെ നമ്മൾ RTO ഓഫീസിലെ പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പോകുന്നത് സലാലയിലെ എയർപോർട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ സലാലയിലെ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നു. സലാലയിലെ എയർപോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു. അവിടെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ പുറത്തായിട്ട് നമുക്കൊരു കിയോസ്ക് കാണാൻ സാധിക്കും. അതിലാണ് നമ്മൾ പാർക്കിംഗ് ഫീ അടക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ആ പേപ്പർ റെസിഡൻസ് വിസ പേപ്പർ വിസ ക്യാൻസലാക്കി അതൊക്കെ അപ്ഡേറ്റ് ആക്കി നമ്മൾ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ കിയോസ്കിൽ അടിച്ച് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടാകും. ആ റെസിപ്റ്റാണ് ഈ കാണുന്ന മെഷീനിലേക്ക് നമ്മൾ വീണ്ടും നിക്ഷേപിച്ചു. നമ്മുടെ എക്സിറ്റ് പുറത്തേക്കുള്ള വഴി തുറന്നു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ വീണ്ടും റൂമിലേക്ക് എത്തി. റൂമിൽ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തു. നമ്മൾ രാത്രിയായി സലാലയിലെ രാത്രി കാഴ്ചകൾ കാണാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പോകുന്ന വഴിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന കൃഷികളൊക്കെ കാണാൻ സാധിച്ചു. നല്ല ഇനം വാഴക്കൃഷിയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും കറക്റ്റ് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ 6:30 നമ്മൾ മഗ്‌രിബ് നിസ്കാരത്തിനായി നമ്മൾ അടുത്ത പള്ളിയിൽ കയറി. എല്ലാം കേരള തനിമയുള്ള പള്ളികൾ തന്നെ. അങ്ങനെ നമ്മൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെയുള്ള ഇമാമിനെ പരിചയപ്പെട്ടു. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. പക്ഷെ അദ്ദേഹം നമ്മളെ നല്ല രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മളെ സന്തോഷത്തോടെ അദ്ദേഹം ഇവിടുന്ന് നമ്മളെ ഇറക്കി. അങ്ങനെ നമ്മൾ റോഡ് മുറിച്ച് കടക്കണം.
റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി നോക്കിയ സമയത്താണ് അങ്ങകലെ കേരള തനിമയുള്ള നല്ല ഒരു പഴയകാല ഒരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന ഒരു കുറച്ച് കടകളൊക്കെ കാണാൻ സാധിച്ചു. അവിടെയാണ് നല്ല മധുരമുള്ള ഇളനീർ കിട്ടുന്ന എന്ന് നമ്മുടെ സുഹൃത്ത് അറിയിച്ചത് കൊണ്ട് നമ്മൾ അവിടെ എത്തി. അങ്ങനെ മധുരമുള്ള ആ ഇളനീർ നുകർന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കടക്കാരന് കാശും കൊടുത്ത് നമ്മൾ പുറത്തിറങ്ങി കുറച്ച് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് നേരെ ഒരു ചെറിയൊരു കഫ്തീരിയയിൽ കയറി ഒരു സാൻഡ്വിച്ചും ഒരു ജ്യൂസും അടിച്ചു. നേരെ റൂമിലേക്ക് പോവുകയാണ്. റൂമിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് അതിമനോഹരമായ സലാലയിൽ ഏറ്റവും വലിയ പള്ളി കാണാൻ സാധിച്ചു. അതിമനോഹരം തന്നെയാണ് ഈ സലാലയിൽ ഈ പള്ളിയുടെ ഉൾവശം. നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ തൽക്കാലികം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അങ്ങനെ നമ്മൾ വീണ്ടും റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ സലാലയിലെ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. തൽക്കാലികം ഇവിടെ പറയുന്നു. ബായ്.